ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ബൈനമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ നമുക്കൊരു ഗ്രാഫ് കാണാം, അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫ് കാണാം. ഈ ഗ്രാഫിലാണ് നമ്മൾ പ്രഡിക്ഷൻ ചെയ്യാൻ പോകണം. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്കൊരു 2 അക്കൗണ്ട് കാണാം. ഒരു റിയൽ അക്കൗണ്ട് ഉണ്ട്, ഒരു ഡെമോ അക്കൗണ്ട് ഉണ്ട്. ഡെമോ അക്കൗണ്ട് നമുക്ക് കളിച്ച് ശീലിക്കാൻ വേണ്ടിയാണ്. റിയൽ അക്കൗണ്ട് എനിക്കിപ്പോൾ 38,000 റുപ്പീസ് ബാലൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് റിയൽ അക്കൗണ്ട് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കാണാം. 70 രൂപ മുതൽ നമുക്ക് 65,000 രൂപ വരെ നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് 350 റുപ്പീസാണ് ഇവിടെ പ്രഡിക്ഷൻ ചെയ്യണം. ഇവിടെ നമുക്ക് കാണാം ഇൻവെസ്റ്റ് 350 റുപ്പീസ് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫ് മുകളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രീൻ ആരോ പ്രസ് ചെയ്യണം. ഡൗണിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡൗൺ ആരോ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ലോക്ക് ചെയ്യണം കാണിച്ചാൽ ഇപ്പോൾ ഞാൻ മുകളിലേക്ക് പോകും എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ അപ്പ് ആരോ ഞാൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് 350 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആ എമൗണ്ട് ഒരു യെല്ലോ ലൈനിൽ വന്നിട്ട് നമുക്കിവിടെ ബ്ലോക്കായി. ഇനി ഈ ഗ്രാഫ് എങ്ങോട്ടാണ്? ഇപ്പോൾ ഗ്രാഫ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്രാഫ് ചിലപ്പോൾ താഴാം, ചിലപ്പോൾ അപ്പാവാം. ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത എമൗണ്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് നഷ്ടമാകും. പക്ഷേ നമ്മൾ പ്രഡിക്ഷൻ ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡബിൾ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാലൻസ് ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ റെഡ് ആരോ, ഈ റെഡ് ലൈൻ വരുമ്പോൾ ഈ ഗ്രാഫ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. കാണോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ റെഡ് ലൈൻ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഗ്രാഫ് ആകുമ്പോൾ ടച്ച് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഡബിൾ എമൗണ്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി. കാണോ, ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം. ഇപ്പോൾ റെഡ് ലൈൻ ഓൾമോസ്റ്റ് ഇത് ക്രോസ് ആകാൻ പോവുകയാണ്. കണ്ടോ, ക്രോസ് ആയി കഴിയുമ്പോൾ നമുക്കൊരു ബാലൻസ് ആഡ് ചെയ്യാൻ കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ 647 റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക്, ഈ എൻ്റെ റിയൽ അക്കൗണ്ടിനകത്തേക്ക് ഈ 647 റുപ്പീസ് ആഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മൾ ഈ എമൗണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാലൻസ് കാണാൻ പറ്റും. കേട്ടോ, ഈ ബാലൻസിൽ നമുക്കിവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്, വിഡ്രോ ഉണ്ട്. ഈ വിഡ്രോമ്പോൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ Paytm വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ആ വഴി നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. വൈഡ് ആംഗിൾ റിവ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ന്യൂസ് ഞാൻ കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി മുതൽ കാറുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഓടിക്കുന്ന ഈ കാർ ഉൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഏത് കാർ ആയാലും അതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉപയോഗിച്ച് കോളും കാര്യങ്ങളും സംസാരിക്കാൻ പാടില്ല എന്നാണ് പുതിയ നിയമം വന്നേക്കണം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹാൻഡ്സ് ഫ്രീ, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് ഡിവൈസസ്, പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. കാരണം നടുക്കാൻ നമുക്കൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരാറുണ്ട്. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒരു ഫീച്ചറാണ് നമ്മുടെ മൊബൈലായിട്ട് അത് കണക്ട് ചെയ്തിട്ട് കോൾ വരെ പോവുകയൊക്കെ ചെയ്യാൻ നമുക്ക് അതുവഴി കാറിൻ്റെ സ്പീക്കറിനകത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഇനി പാടില്ല എന്നാണ് പറയുന്നത്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഫൈൻ എന്നാണ് ഇപ്പോൾ പുതിയ നിയമം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇത് എങ്ങനെ ഒരു തിരിച്ചറിയും എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. 4 ഗ്ലാസ് നമ്മൾ കയറ്റിയിട്ടിട്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഒരു കോളിൽ സംസാരിച്ചിട്ട് പോകണമെങ്കിൽ ഇത് എങ്ങനെ ട്രാക്ക് ചെയ്യും എന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ ഇതൊരു ചെറിയൊരു മണ്ടത്തരമായിട്ടുള്ള ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് എങ്ങനെ ട്രാക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ തന്നെ ഈ കണക്ടിവിറ്റിയുള്ള എല്ലാ വാഹനത്തിനകത്തും മിക്കവാറും സ്റ്റിയറിങ്ങിനകത്ത് നമുക്ക് കൺട്രോൾസ് കിട്ടാറുണ്ട്. കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനുള്ള കൺട്രോൾസ് നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ വരാറുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ചെക്കിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ കോൾ കട്ട് ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെങ്ങനെ ചെക്ക് ചെയ്യും എന്ന് എനിക്കറിയില്ല. ഇത് ലൂപ്പ് ഹോൾസ് പറയണമല്ല, ഇതൊരു പ്രാക്ടിക്കൽ കാര്യമാണ്. അതുമാത്രമല്ല ഇതിനകത്ത് വേറെ നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒറ്റയ്ക്ക് എനിക്ക് ഒരു കോൾ വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഒരു കോൾ വന്ന് നമ്മൾ ഫോൺ എടുത്തിട്ട് ചെവിയിലേക്ക് വെക്കുന്ന ആ ഒരു പ്രോസസ്സ് പോലും നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിനകത്ത് ഇല്ല. എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി, വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ പറഞ്ഞ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. കാരണം ഒരു കോൾ വരുന്ന കഴിയുമ്പോൾ നമുക്ക് ഒരു ഫോൺ എടുത്തിട്ട് നമുക്ക് നോക്കാം ഇന്ന ആളാണ് വിളിക്കുന്നത്, എന്തിനായിരിക്കും വിളിക്കുന്നത്, അങ്ങനത്തെ ചിന്തകളൊന്നും നമുക്ക് വരുന്നില്ല. പെട്ടെന്ന് കോൾ നമുക്ക് സ്ക്രീനിൽ കാണാം, നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത് കാണാം. നമുക്ക് ഈ സ്റ്റിയറിംഗിൽ തന്നെ അത് കോൾ റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യാം. നമ്മുടെ കാറിന്റെ സ്പീക്കറിൽ തന്നെ നമുക്ക് വോയിസ് കേൾക്കാൻ പറ്റുകയാണ്. പക്ഷേ മറ്റേ ഫോൺ വഴി ചെയ്യുമ്പോൾ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, വോളിയം കുറക്കേണ്ടി വരും, ചെവിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വരും, നമ്മുടെ ഒരു ഹാൻഡ് അപ്പോൾ എൻഗേജ് ആയി ഗിയർ ഇടാൻ പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ഫോണിനകത്തുള്ള ഫോണിലുള്ള സംസാരം അത് ഒഴിവാക്കി കളഞ്ഞത്. രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാറിൽ ഇപ്പോൾ 2 or 3 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഈ ഒരു നിയമം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിയമം കൂടി വരുത്തേണ്ടി വരും. കാരണം ഇപ്പോൾ വാഹനത്തിൽ 2, 3, 4 പേര് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ എന്തായാലും നമ്മുടെ ശ്രദ്ധ അവിടെ തെറ്റാണ്. അപ്പോൾ ശ്രദ്ധ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ നിയമം വന്നേക്കണമെന്നുണ്ടെങ്കിൽ കാറിൽ 4 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 പേരുണ്ടെങ്കിൽ ആ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിയമം കൂടി വരുത്തേണ്ടി വരും. ഇനി
വേറെ സംഭവം കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിലെ FM റേഡിയോൻ്റെ ആ ഒരു ഫീച്ചറും കൂടി എടുത്ത് കളയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ FM റേഡിയോ കൂടി ബാൻ ചെയ്യേണ്ടി വരും കാറുകളിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടുന്ന ടൈമിൽ FM റേഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പാട്ടുകൾ മാത്രമല്ല, പാട്ടുകളെക്കാളും കൂടുതൽ ഇപ്പോൾ അതിനകത്തുള്ള സംസാരങ്ങളാണ് കൂടുതൽ. എന്ന് പറഞ്ഞാൽ ഓരോരോ ആൾക്കാർ കോൾ ചെയ്യും, ഈ FM-ൽ ഇരിക്കുന്ന ആ ലേഡിയുടെ അടുത്ത് RJ-യുടെ അടുത്ത് സംസാരിക്കും, അവർ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ അവരുടെ ചിന്തകൾ കൂടി നമ്മുടെ ചിന്തകൾ പോകും. അങ്ങനെ അവിടെയും ഡിസ്ട്രാക്ഷൻ വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു നിയമം വരികയാണെങ്കിൽ ഈ FM റേഡിയോ എന്ന് പറഞ്ഞ സംഭവം കൂടി എടുത്ത് കളയണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. പിന്നെ എനിക്ക് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെർട്ടൈസ് എന്ന സംഭവമുണ്ട്, ഡ്രൈവർമാരുടെ എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവർ, ഞാനിപ്പോൾ സൂപ്പർ എക്സ്പേർട്ട് ആയിരിക്കില്ല ഡ്രൈവിങ്ങിൽ, ചിലപ്പോൾ വേറൊരാൾ ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും. അപ്പോൾ എക്സ്പേർട്ട് ഡ്രൈവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചാലും അവരുടെ കാറിനുള്ള കൺട്രോൾ അവരുടെ കയ്യിലുണ്ടാവും. എന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു കൈ ഗിയറിലുണ്ടാവും. മാനുവൽ കാറാണെങ്കിൽ ഒരു കൈ ഗിയറിലുണ്ടാവും, മറ്റേ കൈ സ്റ്റിയറിംഗിലുണ്ടാവും. ലെഫ്റ്റും റൈറ്റും ലെഗ് ഈ പറഞ്ഞ ABC നമ്മുടെ പെഡൽസിനകത്ത് ഉണ്ടാവും. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ചിനകത്ത് റെഡി ആയിരിക്കും. ഇപ്പോൾ ക്ലച്ച് റെഡി ആയിട്ട് നമ്മുടെ എന്താ പറയുക ലെഫ്റ്റ് ലെഗ് അതിനകത്ത് എൻഗേജ് ആയിരിക്കും. ദൂരെ ഒരു ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഡ്രൈവറാണെങ്കിൽ അവന് ഇവിടുന്ന് അറിയാൻ പറ്റും, അതിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് കമാൻഡാണ് പോകണം. പക്ഷേ എക്സ്പീരിയൻസ് അല്ലാത്ത ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ അവൻ്റെ തലച്ചോറിൽ നിന്നാണ് കമാൻഡ് വേണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഗിയർ ഡൗൺ ചെയ്യണം, ബ്രേക്ക് ചവിട്ടണം, ക്ലച്ച് അമർത്തണം, ആക്സിലേറ്റർ കട്ട് ചെയ്യണം, ഞാൻ ലെഫ്റ്റ് സൈഡ് മിറേഴ്സ് രണ്ടും നോക്കണം, ലെഫ്റ്റിൽ സ്പേസ് ഉണ്ടോ നോക്കണം, റൈറ്റിൽ സ്പേസ് ഉണ്ടോ നോക്കണം. ഇങ്ങനത്തെ ചിന്തകൾ അവൻ്റെ മനസ്സിലേക്ക് വരും. അപ്പോൾ എക്സ്പീരിയൻസ് ഡ്രൈവറാണ് വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ യാതൊരു ഡിസ്ട്രാക്ഷൻ നമുക്ക് വരുന്നില്ല. കോൾ വന്നോട്ടെ, അതിനിപ്പോൾ എന്താ കോൾ സംസാരിക്കാനുള്ള പ്രശ്നം, ഫോൺ വെച്ച് സംസാരിക്കുന്നത് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ബ്ലൂടൂത്ത് ഡിവൈസ് വെച്ച് സംസാരിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എക്സ്പീരിയൻസ് അല്ലാത്ത ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അത് ഗവൺമെൻറ് അതിനൊരു, ഇപ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്ര ദിവസത്തേക്ക് ഒരു ലൈസൻസ് കൊടുക്കും. ആ ലൈസൻസിനകത്ത് നമ്മൾ വാഹനം തട്ടയും മുട്ടയും ഇല്ലാതെ കൊണ്ടുപോയി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെവൽ ലൈസൻസിലേക്ക് കൊടുക്കും. ഇപ്പോൾ സിംഗപ്പൂരൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകളുണ്ട്. ഇത്ര CC വണ്ടിയൊക്കെ ഇത്ര ദിവസം ഓടിക്കാം, ഈ ഇത്ര CC വണ്ടി ഓടിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടി എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ കുറച്ചും കൂടി CC കൂടിയ വണ്ടിയും അതേപോലെ കുറച്ചും കൂടി ലൈസൻസിന് ലെങ്ത് ഉള്ള ആ ഒരു വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്. അതേപോലത്തെ നിയമങ്ങളൊക്കെ വരണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ ഇതിപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് 19 CMVR 25 ആക്ട് പ്രകാരമാണ് ഇപ്പോൾ സംഭവം പുറത്തേക്ക് വന്നത്. അതിനകത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യണതിന് കുഴപ്പമില്ല, പക്ഷേ ഡ്രൈവറിന് ഡിസ്ട്രാക്ഷൻ വരുന്ന രീതിയിൽ അതിൻ്റെ യൂസേജ് പാടില്ല എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. ബൈ.